ഹലോ, സർജറിക്ക് ശേഷമുള്ള എൻ്റെ ഒരു വീഡിയോ ആണ് ഇത്. ഞാൻ വൈറ്റ് ക്ലൈമ്പിംഗ് റോസ് സർജറിക്ക് 2 മാസം മുന്നേ തന്നെ താഴത്ത് മണ്ണിലിറക്കി നട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ ചെടി എനിക്ക് പിടിച്ച് കിട്ടിയത്. അല്ലെങ്കിൽ സർജറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതും കൂടെ പോയേനെ. ഇതിലെല്ലാം നിറയെ മുട്ടുകളും ശിഖരങ്ങളൊക്കെ വന്ന് നിൽക്കുന്ന റോസാണ്. അപ്പോൾ ഇതിന് 2 കൊമ്പാണ് ഞാൻ എടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് എൻ്റെ. നിറയെ മുട്ടുകളുണ്ട്. ഒരു കൊലയിലൊരു 8-10 മുട്ടെങ്കിലും ഉണ്ടാവും. വിരിഞ്ഞ് നല്ല ഭംഗിയാണ്. ഇതിൻ്റെ കൊമ്പുകളുടെ ഇലകളൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിത് ചെടിയിലേക്ക് നടാം. പിന്നെ ഒരു കാര്യം, സർജറിക്ക് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ ആണെന്ന് പറഞ്ഞല്ലോ. ഞാൻ ഇതുവരെ യൂട്യൂബിൽ വീഡിയോസിൽ കാണിച്ചിട്ടില്ല. സൗണ്ട് എനിക്ക് അത്ര എടുക്കാനുള്ള ശേഷി എനിക്ക് ആയിട്ടില്ല. സൗണ്ട് അധികം വന്നിട്ടുമില്ല. ഇപ്പോഴും പരപരപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കുറവുകളുണ്ടാവും എൻ്റെ വീഡിയോസിൽ. എല്ലാവരും മാക്സിമം പറ്റുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റുകളിടുകയും നല്ല നല്ല കമൻറ്റുകളിടുകയും ചെയ്യണം. അപ്പോൾ ഞാൻ ഈ കൊമ്പിൻ്റെ കണ്ടോ, ഈ കൊമ്പ് എടുത്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പുറകുവശം കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ അപ്പം അവിടെ വെച്ച് കട്ട് ചെയ്തിട്ടാണ് ഞാൻ നടുന്നത്. അവിടെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള കൊമ്പാണത്. അതുകൊണ്ട് പിടിച്ച് കിട്ടും. വൈറ്റ് ക്ലൈമ്പിംഗ് റോസ് ഒരുപാട് പേരുടെ ആഗ്രഹമാണ്. വീട്ടിൽ ഒരുപാട് ആൾക്കാർ വരുമ്പോൾ, അതായത് റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ, അടുത്തുള്ള വീട്ടിലെ ചേച്ചിമാരൊക്കെ വരുമ്പോഴൊക്കെ ചോദിക്കും, ഇതിൻ്റെ ഒരു കൊമ്പ് തരുമോയെന്ന് ചോദിക്കും. ആദ്യമൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നില്ല, കാരണം പിടിച്ച് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. പക്ഷെ മണ്ണിലിറക്കി നട്ട ശേഷം എനിക്ക് ഉറപ്പായി ഇത് പിടിച്ച് കിട്ടും എന്നുള്ളത്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, 2-3 കൊമ്പുകളെടുത്ത് ഞാൻ തന്നെ ആദ്യം പരീക്ഷിച്ച് നോക്കി. അതൊക്കെ പിടിച്ച് കിട്ടി എനിക്ക്. അതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്ത് കാണിച്ച് തരുന്നത്. സാധാരണ എൻ്റെ കയ്യിൽ ഒരുപാട് റോസുകളുണ്ടായിരുന്നു. വൈറ്റ് ക്ലൈമ്പിങ്, റെഡ് പിനാക്കിയോ, അല്ലാതെ നാടൻ നല്ല പനിനീർ റോസ്, അങ്ങനെ നാടൻ റോസുകൾ ഒരുപാടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 10-15 റോസുകളുണ്ടായിരുന്നു എനിക്ക്. പിന്നെ പഴയ വീഡിയോസ് യൂട്യൂബ് ചാനലിലൊക്കെ കാണണം അതൊക്കെ. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ പോയി കുറേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു റോസ് നടാനായിട്ട്. സർജറിക്ക് ശേഷം ഞാൻ വന്നിട്ട് ടെറസിൻ്റെ മുകളിൽ വെച്ചിരുന്നില്ല. നല്ല വെയിലുള്ള സമയമായിരുന്നു. ആരും നോക്കിയില്ല. പക്ഷെ എല്ലാ റോസും പോയി. ഈ സഹിക്കുമ്പോൾ സങ്കടം വന്നുപോയി. കാരണം ഇത്രയും ഞാൻ കെയർ ചെയ്ത് എത്രയോ നാൾ ശ്രദ്ധിച്ചാണ് റെഡ് പിനാക്കിയൊക്കെ പിടിപ്പിച്ചെടുത്തതെന്ന് ദൈവത്തിനും എനിക്കും അറിയാം. ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. റിസാൾട്ട്സ് വൈബിൽ നോക്കിയിട്ടാണ് ഞാൻ ആ റെഡ് പിനാക്കിയും ചെടികളൊക്കെ പിടിപ്പിച്ചെടുത്തത് തന്നെ. ഇതെൻ്റെ വൈറ്റ് റോസ് ഞാൻ പറവൂര് ചെരാൽ മറ്റേ എറണാകുളം പറവൂരില്ലേ, അവിടെ നിന്നാണ് വാങ്ങിച്ചത്. അവിടെ നിന്നാണ് ഞാൻ എല്ലാ റോസുകളും വാങ്ങിക്കാറും. തൈറോയിഡിന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് എപ്പോഴും ഞാൻ പറവൂർ പോയിരുന്നത്. അവിടെ ഹോമിയോ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, അവിടെയാണ് പോയിരുന്നത്. പോകുമ്പോൾ എല്ലാ പ്രാവശ്യവും റോസ് വാങ്ങിക്കും. പക്ഷേ തൈറോയ്ഡ് കുറഞ്ഞില്ല, കുറേ ചെടികളായി എനിക്ക്. പിന്നെ സർജറിക്ക് പോയപ്പോൾ ആ ചെടികളൊക്കെ പോവുകയും ചെയ്തു. ഇപ്പം ഞാൻ ആ ചെടിയിലേക്ക് 2 ഓടിൻ്റെ പീസുകൾ വെച്ച് ഈ മണ്ണ് ഉണങ്ങിയിരിക്കണുണ്ടോ, ഇത് ഞാൻ സർജറിക്ക് മുന്നേ ചെടിയെടുത്ത് താഴ്ത്തിറക്കി നട്ടെന്ന് പറഞ്ഞില്ലേ, അപ്പം എടുത്ത് വെച്ച മണ്ണുകളാണ്. ട്രീറ്റ് ചെയ്ത മണ്ണാണ് കേട്ടോ. കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് വെച്ച മണ്ണാണ്. അതുകൊണ്ട് ചെടി പിടിക്കുമെന്ന് 100% ഉറപ്പുമാണ്. ഈ മണ്ണ് നല്ലപോലെ ഉണങ്ങിയിരിക്കുകയാണ്. അന്ന് എടുത്ത് വെച്ച മണ്ണല്ലേ, നല്ലപോലെ ഉണങ്ങിയിരിക്കുകയാണ്. ഇതിലേക്കാണ് ഞാൻ ചെടി നടുന്നത്. ചെടിയല്ല, റോസിൻ്റെ കൊമ്പ് നടുന്നത്. തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ്റെയും പിന്നെ സർജറിക്ക് ശേഷമുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ഇടണമെന്നൊക്കെ ഒരുപാട് വിചാരിച്ചു.
ഒരുപാട് വീഡിയോസൊക്കെ എടുത്തു വെച്ചു, പക്ഷെ എനിക്ക് സൗണ്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് സൗണ്ട് വരുന്നത്. സൗണ്ട് വന്നിട്ടിപ്പോൾ ഒരു 2-3 ആഴ്ച ആയിട്ടുണ്ടാവുള്ളൂ. ഇത്രയും മണ്ണെടുത്താൽ മതി. എന്നിട്ട് ആ കൊമ്പ് ചരിച്ച് നടണം. വേഗം പിടിച്ചു കിട്ടും. ബ്ലേഡൊക്കെ എടുത്ത് മാറ്റിയില്ലെങ്കിലേ മോൻ വന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ അറിയാതെ വെച്ച് മറന്നുപോയി അവൻ്റെ കാലും കൊണ്ട് ശരിയാവില്ല. അതാണ് ബ്ലേഡൊക്കെ എടുത്ത് ആദ്യം മാറ്റണം. വീഡിയോ എടുക്കാനിടയ്ക്ക് അമ്മ വിളിച്ചായിരുന്നു. അതാണ് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്ത് എനിക്കൊന്നും ശീലമില്ലാത്ത കാരണേ അത് കാരണം ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ഒന്നും കൂടി വീഡിയോ എടുത്ത് ഓഡിയോ റെഡിയാക്കിയതാണ്. അപ്പോൾ ഞാനത് കൊമ്പ് നട്ടതിന് ശേഷം ഞാൻ കാണിച്ചത് ചരിച്ചാണ് ഞാൻ നടുന്നത്. ചരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ വേഗം പിടിച്ച് കിട്ടും നമുക്ക് റോസിൻ്റെ കൊമ്പ്. റോസിൻ്റെ കൊമ്പെന്നല്ല ഏത് ചെടിയായാലും നമ്മൾ ചരിച്ചൊന്ന് നട്ട് കൊടുത്താൽ വേഗത്തിൽ പിടിച്ച് കിട്ടും. ഇതിലിത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണേ. വെള്ളം ഒഴിക്കണേൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോഴേക്കും ഹസ്ബൻഡ് വന്നായിരുന്നു. പിന്നെ അതിൻ്റെ പുറകെ ചായ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിച്ച്. പിന്നെ ഇത് ഞാൻ ഈ കൊമ്പ് നേരത്തെ നട്ടെന്ന് പറഞ്ഞില്ലേ, ആ കൊമ്പ് പിടിപ്പിച്ചതാണിത്. നല്ലപോലെ ഇലയൊക്കെ വന്നിട്ട് ചെനപ്പൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ.